അന്തസ് കൂടിയ തക്കാളി തൈയാണ്. ജൈവ കൃഷിയാണോ മലാട്ട? കാനഡയിൽ നമ്മൾ ചെയ്യുന്ന ജൈവ കൃഷിയാണ്. കിട്ടില്ല ക്ലാസ് ആയിരുന്നു. മുഖത്ത് കുറച്ച് സൗന്ദര്യവർദ്ധക സാധനങ്ങളെല്ലാം ഇട്ട് തകർത്ത് വളരട്ടെ മുളകുകൾ. സമ്മർ ഇസ് ലവ്. ഭയങ്കര ജാട തക്കാളി തൈയാണ് നമുക്ക് കിട്ടിയത്. ഒരു തക്കാളി തൈന്ന് ഒരു തക്കാളി. ഇതാണ് നമ്മുടെ തക്കാളി, മുളക്, വീണ്ടും തക്കാളി, അത് വേറൊരു തക്കാളി. ഗൈസ്, വെൽക്കം ടു കേൾ കാനഡ. നമ്മുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീക്കെൻഡ് ആണ് കേട്ടോ. വീക്കെൻഡ് ആയാലും നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ഇപ്രാവശ്യം കൃഷി നിങ്ങളെ കാണിച്ചില്ല. കൃഷി കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇപ്പം നല്ല നട്ടപ്പൊരി വെയിലാണ്, അതുകൊണ്ട് ചെടിച്ചോടൊക്കെ വാടിയാണ് നിൽക്കുന്നതെങ്കിലും കണ്ട, ഇതാണ് നമ്മുടെ തക്കാളി, മുളക്, വീണ്ടും തക്കാളി, അത് വേറൊരു തക്കാളി. ഇവിടുത്തെ ആകാശമെല്ലാം കാണാൻ വേണ്ടി നല്ല ഭംഗിയാട്ടോ. നമുക്ക് ഈ തിങ്കൾ ടു വെള്ളി ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വീക്ക് ഡേയ്സിൽ ഭയങ്കര ബിസി ആയതുകൊണ്ട് എനിക്കിതൊന്നും നിങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കഴിഞ്ഞ പക്ഷെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ വളവ് മോശമില്ല. പക്ഷെ എന്താന്നറിയില്ല, ഇപ്രാവശ്യം ഭയങ്കര ജാട തക്കാളി തൈയാണ് നമുക്ക് കിട്ടിയത്. ഒരു തക്കാളി തൈന്ന് ഒരു തക്കാളി, അങ്ങനെയാണ്. ഭയങ്കര എന്താ അന്തസ് കൂടിയ തക്കാളി തൈയാന്ന് തോന്നുന്നു. ഒറ്റ തക്കാളി. അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അച്ഛനും അമ്മയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മക്കള് ഒന്ന്. സിംഗിൾ പാരന്റ് ഓരോ സിംഗിൾ ഡോട്ടറിനെ സണ്ണിനെ മാത്രമാണ് ഇവർ ഉണ്ടാക്കുന്നത് കേട്ടാ. എല്ലാതെ ഈ മുളക് അടക്കം നോക്ക്, മുളകിന് ഇത്ര വലിപ്പമുണ്ടേ. ചെടി നോക്കിയേ, ഇത്ര വലിപ്പമുള്ളൂ. നമ്മളെന്തായാലും കുറച്ച് നല്ലോണം അല്ലേ ചെടി അല്ലേ, ജൈവ കൃഷിയാണോ മലാട്ട? കാനഡയിൽ നമ്മൾ ചെയ്യുന്ന ജൈവ കൃഷിയാണിത്. ചെടി കൊള്ളാം, പക്ഷെ അതിന് കായ് ഉണ്ടാകുന്ന ഒറ്റ സിംഗിൾ രസം അല്ല കാണാൻ. കൊള്ളാം, ഒരു എന്റർടൈൻമെന്റ്. ഇതിൽ നിന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുമൊന്നുമില്ല. പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു അത്രേ ഉള്ളൂ. നാട്ടിലെ കുറച്ച് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് പച്ചക്കറി എല്ലാം നടുന്നത്. ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നടനായിരുന്നു അല്ലേ, ജസ്റ്റ് ഫോർ എ ഹൊറർ. അപ്പൊ എന്താ, ഇന്ന് വീക്കെൻഡ് ആണ്. നമ്മളെന്തായാലും ഭയങ്കര തിരക്കിട്ട് പോകുന്നതിന് കാരണം നമുക്കൊരു ക്ലാസ്സിന് പോകാനുണ്ട്. ഇല്ല, നമുക്കൊരു ക്ലാസ്സിന് പോകാനുണ്ട് ഇന്ന്. അപ്പം ഞാൻ പോകുന്നില്ല എന്നായിരുന്നു പ്ലാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും പോവാൻ. മലാട്ടം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും പിന്നെ ഇട്ട ഡ്രസ്സിൽ തന്നെ അങ്ങ് ഇറങ്ങി. നമുക്ക് പിന്നെ അവിടെ ഭയങ്കര ഡ്രസ്സ് ചെയ്ത് ഇറങ്ങണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടാ. എല്ലാവരും വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കോളേജിൽ വരുന്നതും ക്ലാസ്സിന് വരുന്നതും ജോലിക്ക് വരുന്നതെല്ലാം. അപ്പം ആകാശം കാണിച്ചു തരാൻ. കണ്ട, നല്ല ഭംഗിയാണ് ഇപ്പോൾ ആകാശം കാണാൻ വേണ്ടിയിട്ട്. സമ്മർ ആയിക്കഴിഞ്ഞാൽ എന്താ അടിപൊളിയാണ്. എപ്പോഴും ഇതുപോലത്തെ ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ എന്നൊന്ന് ആശിച്ചു പോന്നെയാണ്. ഈ ഒരു വിൻ്റർ വന്നാൽ ഇവിടെ, അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, എല്ലാ വീഡിയോയിലും ഞാൻ വിൻ്റർ എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ മടുക്കും. പക്ഷേ സമ്മർ ഇസ് ലവ്. നാട് എന്നുള്ള കാര്യം ഇത്ര നമ്മൾ മിസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം കാനഡയിലെ ക്ലൈമറ്റാണ്. ചൂട്, തണുപ്പ്. അതെ, എന്തായാലും ഞങ്ങൾ കയറട്ടെ. ബാക്കി വിശേഷം നമുക്ക് ഓൺ ദ വേ കാണിക്കാം. സമ്മർ ആയതുകൊണ്ട് കുറച്ച് നല്ല സുഖമുണ്ട്. കാറൊക്കെ 40 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഇന്ന് ചുട്ട് പഴുത്തിന്റെ അകത്ത് മറ്റേ ഹോട്ട് എയർ ഓവൻ പോലെ ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് താത്തിച്ച്, അല്ലെങ്കിൽ ഇന്ന് കരിഞ്ഞു പോവും അല്ലേ. ഈ കാനഡയിൽ ഇപ്പം എനിക്ക് തോന്നിയൊരു അവസ്ഥ പറഞ്ഞാല്, തണുപ്പത്ത് ഭയങ്കര തണുപ്പ്, ചൂടില് മരണച്ചൂട്. ബാക്കി വിശേഷം നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പൊ നമ്മളിവിടെ എത്തി. നമ്മളിവിടെ എത്തി കേട്ടോ. സൈഡിൽ കാറ് പാർക്ക് ചെയ്തു. ഒരു ആംബുലൻസ് വരുന്നുണ്ട്, അതിൻ്റെ അച്ഛൻ ഇവിടെ ആംബുലൻസോ ഇങ്ങനെ എന്തെങ്കിലും പോലീസ് വണ്ടികൾ അങ്ങനത്തെ ഒക്കെ വരുമ്പം ബാക്കി എല്ലാ വണ്ടികളും ഇല്ലേ, ഇത് കണ്ടോ, ഇതേപോലെ സൈഡാക്കി നിർത്തും. രണ്ടര ടു 3:30 കേട്ടോ ക്ലാസ്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ്. ഇതാണ് നമ്മുടെ ലണ്ടൻ ഡൗൺ ടൗൺ ആണ് ഇത് മുഴുവൻ. അപ്പം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ ലണ്ടനിലെ പബ്ലിക് ലൈബ്രറിയാണ്. ഇതിൻ്റെ അകത്താണ് ക്ലാസ്. താങ്ക് യു. Yeah, go ahead. It's fine. Yeah.
സെക്കൻഡ് ഫ്ലോർ. ലൈബ്രറീൻ്റെ അകംഭാഗം കേട്ടോ. നാട്ടിലത്തെ ലൈബ്രറി അല്ല, വലിയ 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 സെറ്റപ്പ് ലൈബ്രറിയാണ്. അല്ല, നാട്ടിലും ചിലപ്പോൾ ഇതുപോലത്തെ ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടില്ല. കണ്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എപ്പോഴും. വയസ്സായ ആൾക്കാരൊക്കെ എപ്പോഴും വന്നിരിക്കും ഇവിടെ. കണ്ട കുറേ പേര് ഇരിക്കുന്നത്. ഇപ്പം പിള്ളേർക്കൊക്കെ സ്കൂളിൽ അടച്ച സമയത്തുകൊണ്ട് ഇഷ്ടംപോലെ സമ്മർ ആക്ടിവിറ്റീസും സമ്മർ ക്യാമ്പൊക്കെ കേട്ടോ. അപ്പം ലൈബ്രറിയൊക്കെ കുറച്ചും കൂടെ ബിസിയാണ്. ഇങ്ങനത്തെ ഒരു റൂമിൻ്റെ അകത്താട്ടോ നമ്മുടെ ക്ലാസ്. ഇൻസ്ട്രക്ടർ 2 ആളെ അലോ ചെയ്യും. അതുകൊണ്ട് മേ ബി എനിക്കും കൂടെ കയറാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ അകത്താട്ടോ ക്ലാസ്. അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ക്ലാസ്സിന് കയറട്ടെ. ഉണ്ടാ It's about 190 megabytes per second. So it's writing 190 megabytes per second. Eyes off. It was actually really funny. I pulled my lens out after the eclipse and my camera to take a picture of my cat, and I thought it was broken. I was freaking out. I'm like, oh my, the lens cap is off. Why is it a black image? Why is nothing working? And then I looked at it and I went, oh my god, the filter's still on. Because you can't see anything through it. Like in a normal room like this, I could see none. It just looked like a black, like there is a malfunction with my camera. So do note, if you turn your camera on and it's black, you've probably forgotten to take the lens cap. Moving parts in a or Nikon batteries or Fuji batteries, you can buy something cheap off Amazon. Just as long as it matches. With Sela as well, which is the Center for Access. So we can get Daisy discs, MP3s from them, that kind of thing. As well as we have Daisy players for those folks who need them. Cover most of it? I don't know. I don't know. Like, you have the books and you have the e-collection. But then there's like all the stuff underneath that I like. ഞങ്ങൾക്ക് ലൈബ്രറീൻ്റെ അകത്തായിരുന്നു കേട്ടോ ക്ലാസ്. നല്ല കിട്ടില്ല ക്ലാസ് ആയിരുന്നു. ക്യാമറേൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ക്യാമറ കുറച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചത് യൂസായി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്കൊരു ഇതിനെക്കുറിച്ച് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു ട്രെയിനറായിരുന്നു. ലൈബ്രറീൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. ഇന്നെന്തോ പ്രൈഡ്സ് പരേഡ് ഉണ്ട്. അപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഫുള്ള് ഇതുപോലെ സ്റ്റോളുകൾ തുറന്നിട്ടുണ്ട് ഡ്രസ്സിൻ്റെ ഒക്കെ. കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കും. എന്തായാലും നമുക്ക് ഇവിടെയും കൂടെ ഒരു റൗണ്ട് നിരങ്ങിയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോകാം കേട്ടോ. ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമൊക്കെ ഇവരിങ്ങനെ ചെയ്യും. നമുക്കിതുപോലെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനിലാണ്. ഇന്നിവിടെ ഒരു മ്യൂസിക് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് കുറേ പേര്, ശരിക്കും പ്രൈഡ് ഷോയാ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കുറേ വെൻഡേഴ്സ് വന്ന് സാധനങ്ങൾ വിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ആൾക്കാർ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേരൊക്കെ ഇരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് ഞങ്ങളൊരു പൊതിച്ചോറിൻ്റെ വിഭവങ്ങൾ കാണിച്ചു തരാം. മീൻ തോരൻ, മീൻ പീര, നാരങ്ങാച്ചാറ്, കായ്ത്തോരൻ, ചോറ്, കോവയ്ക്കാത്തോരൻ, മീൻ ഫ്രൈ, പിന്നെ മോര് കറി. നീ വെച്ചോ. ഞങ്ങള് ചോറ് പൊതി കെട്ടുന്നു. ചേട്ടൻ അലുമിനിയം ഫോയിൽ കട്ടുന്നു. പത്രം ഇല്ലാത്ത കൊണ്ട് നമ്മളൊരു മാഗസിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കായ്ത്തോരൻ ഇങ്ങോട്ട് കാണിക്കൂ പ്ലീസ്. കായ്ത്തോരനിൽ ഫോക്കസ് ചെയ്യൂ. തോരൻ മെഴുക്കുപുരട്ടി കൂട്ട്. കായ്ത്തോരൻ ഈസ് കണ്ണൂർ സ്പെഷ്യൽ. കോവയ്ക്കാത്തോരൻ. കോവയ്ക്കാത്തോരൻ. മീൻപീര.
ഇത് എത്ര ഇടണമെന്ന് ഞാൻ പറയുകയില്ല. മീൻപീര കൊടംപള്ളി പോരട്ടെ. കൊടംപുളി വേണോ? ആ ഇരുന്നോട്ടെ. ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ്. കൊടംപുളി തന്നെ കേട്ടോ. പിന്നെ ബ്ലഡിന് നല്ലതാ. ഓക്കെ, മീൻ തോരനിട്ടു. ഫിഷ് ഫ്രൈ. എന്റെ Fish fry. വീക്ക്നെസ്. 2 ഫിഷ് ഫ്രൈ. 2 ഫിഷ് ഫ്രൈ. ഹോം മെയ്ഡ് നാരങ്ങ അച്ചാർ ഇവിടെ കാണിക്കൂ. വീണ്ടും ഇവിടെ. നല്ല നാരങ്ങ അച്ചാർ. നല്ല മോരുകറിയുണ്ട്. മോരുകറി ഇത് കാണി ഇങ്ങനെ മോരുകറി. മോരുകറി വെച്ചു. അയ്യോ. അടുത്തതായി ചോറ് പൊതിയൽ മഹാമാ. ചോറ് പൊതിയട്ടെ. നമ്മൾ ചോറ് പൊതിയുന്നു. അലുമിനിയം ഫോയിൽ ലോക്ക് ആക്കുന്നു. വീണ്ടും പൊതിയുന്നു. അതേപോലെ നമ്മൾ പേപ്പർ വെച്ച് പൊതിയുന്നു. വീണ്ടും പൊതിയുന്നു. പൊതികൾ ഓരോന്നായി പൊതിഞ്ഞു. നമ്മുടെ പേരെഴുതി എല്ലാത്തിന്റെ പുറത്ത്. ചേച്ചിയുടെ പൊതി മാത്രം കുഞ്ഞു പൊതി. നമ്മൾ മോരുകറി പൊതിയിൽ ഒഴിച്ചില്ല. നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിൽ എടുക്കുക. പോരെ. നമ്മള് മൊത്തം പ്ലാസ്റ്റിക് ഇല്ലാതെ ആണ് നമ്മള് കാര്യങ്ങളൊക്കെ. പ്ലാസ്റ്റിക് വിരുദ്ധ കേരളമാണ്, സോറി കാനഡയാണ് നമ്മളുടെ സ്വപ്നം. അതന്നെ. അമലാട്ടൻ അവിടെ പാത്രമൊക്കെ മാറ്റുന്നുണ്ട്. കുക്ക് ചെയ്ത പാത്രത്തിൽ നിന്നും ഫ്രഷ് പാത്രത്തിലേക്ക് ഫുഡ് മാറ്റുന്ന അമൽച്ചൻ. ഇനി നമ്മൾ കഴിക്കും. എന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഹാപ്പി. നമ്മളെല്ലാരും കൂടെ പോയി അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. പറയൂ പ്ലീസ്. കർഷകനല്ലേ മാഡം കള പറിക്കാൻ ഇറങ്ങിയത്? ചേട്ടാ ഇത് കണ്ടോ എന്റെ തക്കാളി? ഒരു ചെടിയിൽ ഒരു തക്കാളിയേ അല്ല, ഒരു തക്കാളിയെ ഒരു ചെടിയിലുള്ളൂ. നാം ഒരുവർ നമുക്കൊരുവൻ. എന്ത് പ്രതിഭാസമാണ്. ഒരു മുളക് ഇപ്പൊ കണ്ടത് 2 ഉണ്ട് അതേ ചെടിയില്. മുളക് കുറച്ചു നല്ല കയ്യാണോ നോക്കട്ടെ. ഓക്കേ. അത് അപ്പുറം ഉണ്ട് ചേട്ടാ വലുത്. നമ്മുടെ ഇക്കൊല്ലത്തെ കേൽ കാനഡ കൃഷി വിളവെടുക്കുകയാണ് ഗായ്സ്. ഇനി വളരട്ടെ, തകർത്ത് വളരട്ടെ മുളകുകൾ. അടിപൊളി, രസമായിട്ട് വളരട്ടെ. ഇന്നിച്ചേക്കണേ.